നമസ്തേ പ്രിയ പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ 17ാമത്തെ അധ്യായം, ജ്യോതിഷ യോഗാധ്യായം. ഇവിടെ യോഗാധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗമാകുന്നു. ഇവിടെ ചതുർഗ്രഹത്തിൽ യോഗകർത്താക്കളായി വരുന്ന ഗ്രഹങ്ങൾ 2 ശുഭഗ്രഹങ്ങളും 2 പാപഗ്രഹങ്ങളുമാകുന്നു. ഇവിടെ ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ശനിയും ഒരുമിച്ച് ഒരു രാശിയിൽ വന്നാലുള്ള ഫലത്തെയാണ് നാം സൂചിപ്പിക്കുന്നത്. ഈ ചതുർഗ്രഹ യോഗത്തിൽ 2 ശുഭഗ്രഹങ്ങളാണ്, ചന്ദ്രനും വ്യാഴവും, 2 പാപഗ്രഹങ്ങളും ചൊവ്വയും ശനിയും. അതിനാൽ ഈ ഗ്രഹങ്ങളുടെ യോഗം എപ്രകാരം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആദ്യം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. ബധിരോ ധനവാൻ ശൂര സോന്മാദോ വാക്പടു സ്ഥിരപ്രകൃതി മതിമാൻ ഉദാരചിത്തോ ഭൗമേന്ദു ശനേശ്ചര സുരേഡ്യ യുക്തൈഹി. ഭൗമ ചൊവ്വ, ഇന്ദു ചന്ദ്രൻ, ശനേശ്ചര ശനേഹി ചരദിതി ശനേശ്ചര ശനി സൂര്യപുത്രൻ ശനി, സുരേഡ്യേഹി സുരാനാമീഡ്യ സുരേഡ്യ ദേവമന്ത്രി വ്യാഴം. ഈ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ആ വ്യക്തി ഇപ്രകാരമുള്ള വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ശാരീരിക പ്രകൃതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെടുന്നു. ശ്രദ്ധിക്കുക. സഹ ബധിരഹ ഭവതി. അദ്ദേഹത്തിന് കേൾവി ശക്തി വളരെ കുറവായിരിക്കും. ബധിരൻ എന്നാൽ സംസ്കൃതത്തിലും ജ്യോതിഷത്തിലും കേൾവി ഇല്ലാത്ത ആളെയാണ് ബധിരൻ എന്ന് പറയുന്നത്. സംസാരിക്കാൻ പറ്റാത്ത വ്യക്തിയെ മൂകനെന്നും കേൾക്കാൻ പറ്റാത്ത വ്യക്തിയെ ബധിരൻ എന്നും പറയും. മൂകബധിരന്മാർ നാം സ്ഥിരം ഉപയോഗിക്കുന്നൊരു വാക്കാണ്. പിന്നീട് അദ്ദേഹം ധനവാൻ ഭവതി. അദ്ദേഹം ധനികനാണ്. അദ്ദേഹത്തിന് ചെവിക്ക് ജന്മനാ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നർത്ഥം. ഇയർ നോസ് ത്രോട്ടുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ഭാവിയിൽ അത് ബാലൻസിനെ ബാധിക്കും. പക്ഷെ അദ്ദേഹം ധനികനാണ്, ശൂരനാണ്, ശൗര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. സോന്മാദ, ഇടയ്ക്കിടയ്ക്ക് മനസ്സിന് ഭ്രമത്വമുണ്ടാകും, അതിനാണ് ഉന്മാദം. ഉന്മാദേന സഹ വർത്തതേതി സ്വാന്മാദ. ഉന്മാദത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ബാലൻസ് എപ്പോഴാണ് തെറ്റുന്നതെന്ന് നമുക്കറിയില്ല. ജ്യോതിഷത്തിൽ ഭ്രാന്തുണ്ടാകുന്ന 8 ലക്ഷണങ്ങളുണ്ട്. ഉന്മാദദായിനോ യോഗാഹ ഏവമഷ്ടോ സമീരിതാഹ. ഉന്മാദം ഭ്രാന്തുണ്ടാക്കുന്ന 8 യോഗങ്ങളുണ്ട്. ലഗ്നസ്ഥേ ധിഷണേ ദിവാകരസുതോ ഭൗമോദവാദ്യൂരകെ. ലഗ്നത്തിൽ വ്യാഴം, 7-ൽ ചൊവ്വയോ ശനിയോ വരിക. ലഗ്നത്തിൽ ശനി വന്ന് 5, 7, 9 ഭാവങ്ങളിൽ ചൊവ്വ വന്നാലും, ദുർബലനായ ചന്ദ്രനും വ്യാഴവും ലഗ്നത്തിൽ വന്നാലും ഇതൊക്കെ തന്നെ ഉന്മാദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ വ്യക്തി ഉന്മാദം പ്രകടിപ്പിക്കും. പലപ്പോഴും മനസ്സിന് നിയന്ത്രണമില്ലാത്ത അവസ്ഥയാണ് ഉന്മാദം. ചിലർക്ക് ജന്മന ഉന്മാദമുണ്ടാകും, ചിലർക്ക് സാഹചര്യങ്ങളുടെ ഉന്മാദാവസ്ഥ വരാം. നമുക്കെല്ലാം അറിയാം, നാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നല്ല വാക്യത്തിൽ വളരെ പടുവാണ്, സാമർഥ്യമുള്ള ആളാണ്, നന്നായി സംസാരിക്കുന്ന കഴിവുള്ള വ്യക്തിയാണ്. സ്ഥിരപ്രകൃതി, സ്ഥിരമായൊരു പ്രകൃതി അവസ്ഥ അദ്ദേഹത്തിനുണ്ടാകും. ചഞ്ചല മനസ്കനല്ല. ഇവിടെ ഉന്മാദമുണ്ടെങ്കിലും മനസ്സിന് അസ്ഥിരത അദ്ദേഹത്തിനില്ല. സ്ഥിരത്വം, സ്ഥൈര്യമുള്ള വ്യക്തിയാണെന്ന് അർത്ഥം. ഇദ്ദേഹം ഉദാരചിത്തനാണ്, വളരെ ഔദാര്യത്തോടു കൂടിയ വ്യക്തിയാണ്, നല്ല ബുദ്ധിമാനുമാണ്. ഇപ്രകാരമാണ് 4 ഗ്രഹങ്ങളിലെ യോഗം ആചാര്യൻ വിവരിച്ചിട്ടുള്ളത്. നമസ്തേ.